എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയത്. അയ്യോ ശരിയാ, നീ തന്നെയാണ്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു, എണ്ണത്തിന് മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. നീ എന്താ അവരയച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേരളം എന്റെ വണ്ടിയിൽ. ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയില ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി കിടക്കായിരുന്നു. വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം എന്ന് വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ, ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നിറക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ. അവന്മാര് പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ. എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ, പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ. ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഇവിടെ കാണുന്നില്ലത്. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? ബഹളം വെക്കാതെ പാടേ. ഇതാ കിടക്കണ. അയക്കി കാശാണല്ലോ. എടാ, ഇത് നോട്ട് കിട്ടുന്നതാണല്ലോടാ. ഇതുവല്ല കള്ളനോട്ടിലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല? നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതി? പപ്പാതി ആശാനെ? ഒരുമാതിരി ഓടാപട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇതാർക്ക് വേണം? എനിക്കെന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിള്ളേര് കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറഞ്ഞത് കേട്ടാ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യടേ? എന്തോ ചെയ്യുന്നു? ഇനി എന്റെ സോമർ. ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ, ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. എന്നെ അല്ല പൊക്കേണ്ടത്, അവനെ. കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്.
കാര്യമൊക്കെ കൊള്ളാം. രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും ഒന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? ഹൈ 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 ഹൈ. മതി മതി, നീ ഷർട്ട് എടുത്തിട്ട്. അത് മാത്രമല്ലേ വരുന്നുണ്ട്, തുടങ്ങി. ഓക്കെ വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ലെന്ന്. ആരാടാ പൊട്ടൻ? നീ അല്ല ഞാൻ. ഇങ്ങോട്ട് നീ എന്തൊരു വെയിറ്റ് ആണ്. ഞാൻ തരില്ല. ഈ മാല ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. മാല വിലപ്പെട്ടാണോടാ ഇത്? ഇത് 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 ദുഷ്ട നീജ മാല പൊട്ടിക്കല്. പല ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ലടാ പട്ടി. ഇല്ലെന്ന് പറഞ്ഞല്ലേ? ഇവനെന്റെ മാല പൊട്ടി ചോരാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ, പ്ലീസ്. പോയി സാർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സാർ. പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം. നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, ദാ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. ആരാ ഇത്? എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി, എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. അനിയ, ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ? ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ. അവൻ തന്നെ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, 25ാം ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് സീമമദ്യം. യാ, with the tears. കുറച്ചുകൂടെ ഒഴിക്കട്ടെ ചെറിയ മാമ. മാമ, ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്താവാങ്ങ. എടാ, ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത്. ഇതൊക്കെ വരച്ചു വെച്ചതാ. ഈ സീസണെ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു. നിനക്ക് വല്ല പച്ചയും കുത്തുന്നാടെ? എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട, പിന്നെ അമിതാഭ് ബച്ചനെ മതി. ഓക്കെ, ഞാൻ സാംസണിനെ വിട്ട. പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല. അയാളെ എനിക്ക് അറിഞ്ഞൂടാ. അയാളെ എനിക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ. ജ്യേഷ്ഠന്റെ പണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്നതിനിടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. എന്റെ അമിതാഭ് ബച്ചന്റെ ബിസ്ക്കറ്റ് കളയല്ലേട്ടാ. ഈ ഘട്ടം കഴിച്ചു പതി എടുക്കാം. പറ്റിക്കോ? സത്യമായിട്ടില്ല, അത് കഴിച്ചോട്ടാ എന്റെ ഫോം മനസ്സിലാവുള്ളൂ. എന്റെ മുഖത്തിന്റെ ബിസ്ക്കറ്റ് എന്താ? ബ്രേക്ക് കുറവാ, അതുകൊണ്ടാ. ചേച്ചി,
ദേ ഗോപിയേട്ടൻ, അതിനെന്താ അവിടെ നിൽക്കട്ടെ. നമ്മൾ കണ്ടാരും അച്ഛൻ അറിയണ്ട. അച്ഛനും അമ്മാവനും കൂടി വഴക്കാണെന്ന് പറഞ്ഞ് അമ്മായിയോടും ഗോപിയേട്ടനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കുന്ന എന്തിനാ? നിനക്കതൊക്കെ പറയാം. അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാൻ പോയില്ല. ഹും.